സഭാപ്രസംഗിയിലെ ആ വാക്യം നിങ്ങൾ എത്ര പേർ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എത്ര മനോഹരമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. എക്ലീസിയ ചാപ്റ്റർ 11 വേഴ്സ് 1. സഭാപ്രസംഗി 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. Ecclesiastes chapter 11 and verse 1. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, അടുത്തത് ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. ഒരു ഓഹരിയെ 7 8 കാണുന്നുണ്ടോ? Yes. ഒരു ഓഹരിയെ divide your portion to 7 and even to 8. എന്ന് വെച്ചാൽ ദൈവം കൃത്യമായിട്ട് പറയുക, God is specifically instructing us. നിനക്ക് കിട്ടുന്ന സമ്പത്തിനെ നീ അത് ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യണം. What the wealth the Lord gives you, steward it well. അതിനെ 7 8 ആയിട്ടൊക്കെ മാറ്റണം. Divide them and designate them for purposes. Number one, നിങ്ങൾക്ക് കിട്ടുന്ന നന്മ, the blessing that you receive. ഒന്നാമത് അത് കിട്ടുമ്പോൾ When you receive it at first, നിങ്ങൾ അറിയണം, you should know. ആവർത്തനം 8:22 Deuteronomy 8:22 says, ഇതിന് എനിക്ക് ദൈവമാണ് ആരോഗ്യം തന്നത്. This to earn this wealth, it is God who gave me the health. സദൃശ്യവാക്യം 10:22 Proverbs 10:22 10:22 says, ഇത് ദൈവമാണ് എനിക്ക് നൽകിയത്. It is the blessing of the Lord that I get this wealth. അതുകൊണ്ട് ഒന്നാമത് നമ്മൾ അത് ദൈവത്തിന് വേണ്ടി മാറ്റി. So the first thing we set apart our tithe and offerings to the Lord. അതെന്തിനാണ് ദൈവത്തിന് വേണ്ടി ഒന്നാമത് മാറ്റി വെക്കുന്നത്? Why do we set a tithe and offering to the Lord primarily? അതെന്തിനാണ് ദൈവത്തിന് വേണ്ടി ഒന്നാമത് മാറ്റി വെക്കുന്നത്? Why should we take money apart from our earnings to the Lord first? സദൃശ്യവാക്യം 3:9 പറയുകയാണ്. Proverbs 3:9 says, യഹോവേ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. Amen. Amen. Honor the Lord from your wealth and from the first of all your produce. എല്ലാത്തിന്റെയും ആദ്യം. Amen. Everything that you receive, the first portion. അതിന്റെ റിസൾട്ട് തൊട്ട് താഴെ വാക്യം കിടപ്പുണ്ട്. What blessing do you get when you do this? അങ്ങനെ നീ ചെയ്താൽ, if you do that, അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞു കവിഞ്ഞു. Come on. So your barns will be filled with plenty and your vats will overflow with new wine. കവിഞ്ഞൊഴുകുന്നത് ഒരു സംഘടനയുടെ വാക്കല്ല. Amen. This is not a theme of an organization to overflow. ഈ കവിഞ്ഞൊഴുകുന്നത് ദൈവവചനത്തിന്റെ വാക്കാണ്. This is an inheritance of the righteous from the Bible. നീ ആത്മീയത്തിൽ കവിഞ്ഞൊഴുകണം. You should overflow in your നീ spiritual. ആരോഗ്യത്തിൽ കവിഞ്ഞൊഴുകണം. You should overflow in your health. നീ ഭൗതികത്തിൽ കവിഞ്ഞൊഴുകണം. You should overflow in your wealth. ബൈബിൾ പറയുന്നു നീ സ്തോത്രത്തിൽ കവിയണം. You should overflow in your എല്ലാ മേഖലയിലും നീ കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. In every area of your life you should overflow. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. 2026. എല്ലാ ശൂന്യതകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. Every emptiness let it disappear from our lives in Jesus name. അവരുടെ ആവശ്യങ്ങൾ നടക്കുക മാത്രമല്ല, not only to meet our own needs, മറ്റുള്ളവർക്ക് കൊടുക്കാൻ തക്കവണ്ണം, even to give and bless others. Hallelujah. ദൈവത്തിന് കൊടുക്കാൻ തക്കവണ്ണം, even to give unto God. അവരുടെ കരങ്ങളിൽ ഉണ്ടാകട്ടെ. Come on, let that happen to our hands. സമ്പത്തുണ്ടാക്കാൻ ആരോഗ്യം തന്നത് ആരാണ്? Because it is God who gave you the health to make the wealth. Hallelujah. കർത്താവാണ്. It is God who made you healthy to അതിനെ make you. സ്തോത്രം ചെയ്ത് കർത്താവിന് കൊടുക്കുക. So you should be grateful and give it to God. ഇനി എങ്ങനെ കൊടുക്കണമെന്ന് ബൈബിൾ പറയുന്നു കേട്ടോ. Bible also says how we should അത് give it. ഭയങ്കരമാണ്. Amen. It's amazing. 2 Corinthians 9:7 പറയുകയാണ്. 2 Corinthians chapter 9 verse 7 says, എങ്ങനെ കൊടുക്കണം? how should we give it? ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കണം. Amen. As you have decided in your heart you should give. അയ്യോ സങ്കടത്തോടെ അരുത്. നിർബന്ധത്താലും അരുത്. സങ്കടത്തോടെയും അരുത്. Don't give it with a heavy heart. നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്ന. God loves a cheerful giver. Acts 2 Corinthians chapter 9 verse 7. Each one must do just as he has purposed in his heart, not grudgingly or under compulsion, for God loves a cheerful giver. ഇത്രയൊക്കെ വാക്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ ചിലർ പറയുന്നത് വേദപുസ്തകത്തിൽ കൊടുക്കണമെന്ന് വാക്യമില്ല, കൊടുക്കാൻ പറയുന്നില്ല. ഇതൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. Many people do not have an true understanding of what to do with our wealth in giving. പക്ഷെ കഴിഞ്ഞ 25 വർഷമായി കർത്താവിനെ പ്രസംഗിക്കുന്ന ശുശ്രൂഷയിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ,
കൊടുക്കുന്നതിന്റെ അനുഗ്രഹം വലിയതാണെന്ന് ദൈവം എന്നെ പലപ്പോഴും പഠിപ്പിച്ചു. In my personal experience of my walk with God for the last 25 years, I've experienced to give is better than to get. ലൂക്ക് 6:38 പറയുകയാണ്, Luke 6:38 says, കൊടുപ്പീൻ give എന്നാൽ നിങ്ങൾക്ക് കിട്ടും, and it shall be given to you. അമർത്തി കുലുക്കി Pressed down, കവിയുന്ന നല്ലൊരളവ് shaken together, നിന്റെ മടിയിൽ കൊണ്ടുവന്നത്. it shall be poured into your bosom. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്നു കിട്ടും. For as the measure you have measured, it shall be measured back to you. Amen. Amen. അപ്പൊ നിങ്ങൾ എങ്ങനെ കൊടുക്കുമോ However much we give, അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. you shall reap it just as the measure you have given.